Dear students, double integration. Evaluate integral 0 to 4, integral x equal to y by 2 to x equal to y by 2 plus 1, 2x minus y whole divided by 2 dx dy by applying the transformation u equal to 2x minus y whole divided by 2 and v equal to y by 2. The given equation of transformation are u equal to 2x minus y by 2, which is equation number 1, v equal to y by 2, equation number 2. Solving these two, we get the value of x and y in terms of u and v. That is, adding these two equations, we get u plus v equal to 2x by 2 minus y by 2 plus y by 2. Cancelling these two terms, we get x equal to u plus v. That is, x equal to u plus v. Equation 1 becomes u equal to 2x by 2 minus y by 2 equal to u equal to u plus v minus y by 2. So, minus v equal to minus y by 2. Cancelling and solving, we get y equal to 2v. That is, x equal to u plus v and y equal to 2v. Then find the Jacobian of uv. Jacobian of uv equal to dou x by dou u, dou x by dou v. Determinant dou x by dou u, dou x by dou v, dou y by dou u, dou y by dou v. That is, dou x by dou u is 1, dou x by dou v is also 1. If y equal to 2v, then dou y by dou u equal to 0 and dou y by dou v equal to 2. Then the Jacobian is determinant 1, 1, 0, 2. That is, find the determinant, we get Jacobian is 2. Then the region of integration are in the xy plane. xy plane is 0 to 4. Y യുടെ ലിമിറ്റ് ക്വസ്റ്റ്യനിൽ തന്നത് 0 to 4 and x ൻ്റെ ലിമിറ്റ് y by 2 to y by 2 plus 1. So, in y axis 0 to 4, അതായത് y equal to 4 up to y equal to 4 and y equal to 0, that is x axis. അപ്പോൾ y യുടെ രണ്ട് ലിമിറ്റുകൾ ആദ്യം വരയ്ക്കുക. ഇനി x ൻ്റെ ലിമിറ്റ് ആദ്യം ലോവർ ലിമിറ്റ് y by 2 മുതലാണ് x സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ y by 2 ആണ് ലോവർ ലിമിറ്റ്. അപ്പോൾ y by 2 ലെസ് ദാൻ ഓർ ഈക്വൾ ടു x എന്ന് പറയുന്നത് y by 2 ഈക്വൾ ടു എക്സിൽ എടുക്കുക. y ഈക്വൾ ടു 2x എന്ന് കൊടുക്കുക. അതിൽ എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കുക. y ഈക്വൾ ടു 2xൽ ഓരോ വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. എക്സ് ഈക്വൾ ടു 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 0, എക്സ് ഈക്വൾ ടു 1 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 2. അപ്പോൾ അത് മാർക്ക് ചെയ്യുക. എക്സ് ഈക്വൾ ടു 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 0. അടുത്തത് എക്സ് ഈക്വൾ ടു 1, എക്സ് ആക്സിസിലെ വാല്യൂ 1 ആവുന്ന സമയത്ത് വൈയുടെ വാല്യൂ 2. സോ 1, 2 എന്നുള്ള പോയിന്റ്. നെക്സ്റ്റ് എക്സിന് 2 കൊടുക്കുന്ന സമയത്ത് വൈയുടെ വാല്യൂ 4ൽ കിട്ടും. അടുത്തത് 3 കൊടുക്കുമ്പോൾ ഇതിൻ്റെ അപ്പർ പോർഷൻ, പക്ഷെ നമുക്ക് ഇതിൻ്റെ അപ്പർ പോർഷൻ ആവശ്യമില്ല, y ഈക്വൾ ടു 4 വരെ മതി. സോ ഈ ലൈനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ലോവർ ലിമിറ്റ്, ഈ ടേമിൽ ലോവർ ലിമിറ്റ് കൊടുത്തപ്പോൾ ഈ ലൈൻ കിട്ടി. നെക്സ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ y by 2 plus 1 എന്ന് പറയുന്നത് x ആണ്. സോ y by 2 എന്ന് പറയുന്നത് x minus 1, y ഈക്വൾ ടു 2x minus 2. ഇനി എക്സിന് ഓരോ പോയിൻറ്റ്സ് കൊടുക്കുക. 0 ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 2 ഇതിൽ അപ്ലൈ ചെയ്യുക. 0 കൊടുത്തു കഴിഞ്ഞാൽ y മൈനസ് 2 ആണ്, മൈനസ് 2. അപ്പോൾ അത് നെഗറ്റീവ് പാർട്ടാണ്. നമുക്ക് നെഗറ്റീവ് പാർട്ടിലെ പോർഷൻ വേണ്ട. y ഈക്വൾ ടു 0 മുതലുള്ളത് മതി. സോ ഇനി അടുത്തത് കൊടുക്കുക. x ഈക്വൾ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 0. അടുത്ത എക്സിന് 2 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 2, എക്സിന് 3 ആകുമ്പോൾ വൈയുടെ വാല്യൂ 4. ഇത്രയും പോയിൻറ്റ്സ് മതി. സോ അടുത്ത ലൈൻ വരച്ചു. അപ്പോൾ ഈ 4 റീജിയനും 4 ലൈൻസും ജോയിൻ്റ് ആവുന്ന റീജിയൻ എന്ന് പറയുന്നത് ഈ റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷൻ ക്യാപിറ്റൽ R ആണ്. ദെൻ ദ റീജിയൻ R ഈസ് ദ പാരലലോഗ്രാം. ബൗണ്ടറി ലൈൻസ് എന്ന് പറയുന്നത് y ഈക്വൾ ടു 0, y ഈക്വൾ ടു 4, y ഈക്വൾ ടു 2x, y ഈക്വൾ ടു 2x മൈനസ് 2. ഈ തന്നിട്ടുള്ള റീജിയൻ ഓഫ് ഇൻറ്റഗ്രേഷനെ ട്രാൻസ്ഫോം ചെയ്ത് ജിയുടെ ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതണം. ദാറ്റ് ഈസ്